ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്, നമ്മൾ വീട്ടിലൊക്കെ ഇതേമാതിരി പ്ലംബിങ്ങിൻ്റെ പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ വെള്ളം കുറേ വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തുണിക്കഷ്ണം എന്നിട്ട് നമ്മളത് തുറ്റി വെച്ചാൽ നമ്മൾ തൽക്കാലം അങ്ങനെ അടച്ചു വെക്കുക അവിടെ. അപ്പോൾ കുറേ വെള്ളം നമുക്ക് അങ്ങനെ വേസ്റ്റായി പോകും. അപ്പോൾ ഇത് നമുക്ക് തന്നെ വളരെ സിമ്പിളായി നമുക്ക് തന്നെ ഇതേമാതിരി ചെയ്തെടുക്കുന്നത്. അതായത് ഒരു പ്ലംബിങ്ങിൻ്റെ ആരും വിളിക്കാതെ തന്നെ നമുക്ക് തന്നെ സ്വന്തമായി നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ വാൾവ് വേഗം തന്നെ ക്ലോസ് ആക്കുക കേട്ടോ. ഓക്കെ, വാൾവ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിൽ വെള്ളം ആണോ കുറഞ്ഞത് കണക്കണ്ടല്ലേ, വെള്ളം ഓഫായി പോയി കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, തൊട്ട് താഴത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത് കണ്ടല്ലേ, പൈപ്പ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് താഴത്ത് പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം കുറച്ച് അടിക്ക് താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമോ, ആ പൊട്ടിയ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്സിഡൻറ്റോട് വെച്ച് നമുക്ക് ലെവലാക്കി എടുക്കണുണ്ടോ. കാരണം പൊട്ടിയ ഭാഗം നല്ല ഫിനിഷിങ് ഉണ്ടാവില്ല ഇത് കേട്ടോ. അതേപോലെ ആക്സിഡൻറ്റോട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ലെവലാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊന്നും മുറിയാതെ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് വല്ല കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിലത്തെ പൈപ്പ് അതേ രീതി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത മാതിരി തന്നെ കറക്റ്റ് ലെവലാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നമുക്ക് അതിമതി ഒരു പച്ച ക്ലാവ് ഇതാക്കി നമുക്ക് കറക്റ്റ് നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അത് കറക്റ്റ് നമ്മളെ ഗമ്മയിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലത്തെ പൈപ്പും താഴെ പൈപ്പും രണ്ട് പൈപ്പും നമുക്ക് നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. തുണി നനച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അതിൽ പോരും കേട്ടോ. കണ്ടോ, പൈപ്പ് നന്നായി തന്നെ ക്ലീൻ ആയിട്ട്. ഇനി നമുക്കൊരു പൈപ്പ് പൊട്ടിക്കുന്ന സോൾവെൻ്റ് ഗമ്മ് വേണം നമുക്ക്. ഇതിന് 10 രൂപ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ജോയിൻറ്റ് വേണം നമുക്ക്. ഇത് 3/4 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ 3/4 ഇഞ്ച് തന്നെ ജോയിൻറ്റ് വാങ്ങും കേട്ടോ. ഇതിന് 10 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ സോൾവെൻ്റ് ഒരു റെഡ് മൂടി അയച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു വാസർ ഉണ്ടാവും കണ്ടില്ലേ. ആ വാസർ ജസ്റ്റ് കൈയോണ്ടൊന്ന് തിരിച്ചാൽ ചിലപ്പം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ പ്ലെയറിൻ്റെ തുഞ്ച അറ്റഭാഗം ഉണ്ട്, അറ്റഭാഗം ഉള്ളിൽ ജസ്റ്റ് കറക്കി കൊടുത്താൽ പെട്ടെന്ന് അത് ഊരി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതേമാതിരി തന്നെ അയച്ചെടുക്കുക കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് വേണം നമുക്കിത് ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ കോട്ടൻ്റെ തുണി ഒരു വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് അതിലേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഗമ്മ നമുക്ക് നമ്മളെ ജോയിൻ്റ് ഉണ്ടല്ലോ ആ ട്രെയിനിലേക്ക് നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിമേലുമാണ് തേക്ക്. അതേമാതിരി നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ ഈ ജോയിൻ്റ് ഒട്ടിക്കുന്നത് ആ ഭാഗത്ത് നന്നായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗമ്മ് തേച്ച് കൊടുക്കണം കേട്ടോ, സോൾവെൻ്റ്. അപ്പോൾ ഗമ്മ് ഒരിക്കലും കമ്മിയാൻ പാടില്ല കേട്ടോ. നന്നായി തന്നെ ഗമ്മ് തേച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ തേച്ച ഭാഗം തന്നെ നേരെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് അടിക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത മാതിരി തന്നെ അങ്ങനെ ഗമ്മെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും അതായത് മുകളിലത്തെ ഭാഗവും താഴെ ഭാഗവും നന്നായി തന്നെ ഇതേമാതിരി തന്നെ ഗമ്മ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താ, ഇത് ഫിറ്റ് ചെയ്യുമ്പം കറക്റ്റ് ലെവലാക്കിയാണ് വേണം ഫിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അതായത് മുകളിൽ ടാപ്പ് അങ്ങനെ തീരാനൊന്നും പാടില്ല, കറക്റ്റ് സെൻട്രലാക്കി തന്നെ ടാപ്പ് വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് കണ്ടില്ലേ. ഇതേ രീതി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാൾവ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് നമുക്ക് ലീക്ക് ഉണ്ടോ നമുക്ക് നോക്കണ്ടേ, അതുകൂടി നോക്കാം നമുക്ക് കേട്ടോ. കണ്ടോ, കറക്റ്റ് ലെവലായി തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഗമ്മ് നല്ല ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ കമ്മി വരുത്താൻ പാടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്ര ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ് അടുത്തോടെ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.